പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സ്വാഗതം. കിള്ളിയാറിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോയാണ്. നദികളെക്കുറിച്ചുള്ള വീഡിയോയുടെ 3-ാം ഭാഗമാണ്, എപ്പിസോഡ് 3. ഇന്ന് കിള്ളിയാറിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ്. കിള്ളിയാർ തിരുവനന്തപുരം സിറ്റിക്കാർക്ക് അറിയാവുന്നുള്ളൊരു നദിയാണ്. ഇത് കരമനയാർ പോലെ തന്നെ വളരെ പ്രസിദ്ധമായ ഒരു നദിയായിരുന്നു. ഇപ്പോൾ വളരെ സൂക്ഷിച്ച് ഒഴുകുകയാണ്. ഇത് കിള്ളിയാറിൻ്റെ ഒരു ഭാഗമായ മണ്ണാമൂല എന്ന ഒരു പ്രദേശമാണ്. ഇതുവഴി നേരെ മരുന്നൻകുഴിയിലെത്തിച്ചേരുകയും അവിടെ നിന്ന് പിന്നീട് ജഗതി, കിള്ളി, കിള്ളിയാർ എന്നറിയപ്പെടുന്നത്, ബണ്ട് റോഡ്, ആറ്റുകാൽ, കാലടി, ഈ ഭാഗങ്ങളിലൂടെയാണ് ഈ നദി ഒഴുകുന്നത്. വളരെ ദയനീയമായ അവസ്ഥയാണ്. നദി സംരക്ഷണം എല്ലാവരും ഒരുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നദിയുടെ ദുഃഖകരമായ ഒരു ദൃശ്യമാണ് ഈ കാണുന്നത്. നാശത്തിലേക്ക് പോകാതെ നമ്മൾ തന്നെ ഇതിനെ സംരക്ഷിക്കാൻ ശ്രമിക്കണം. നദികൾ നമ്മുടെ സമ്പത്താണ്, പ്രകൃതിയുടെ സമ്പത്താണ്, കർഷകരുടെ സമ്പത്താണ്. എല്ലാം കൊണ്ട് നദികൾ പ്രകൃതിയെ ഹരിതവർണം പുതുപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സമൃദ്ധമായ ജലം എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കാൻ കഴിയുന്നു. ഇത് ഇവിടെ നിന്ന് ഒഴുകി നേരെ തിരുവല്ലം വഴി കടലിലേക്ക് ചെന്ന് ചേരുകയാണ്. പ്രകൃതി സുന്ദരമായ പ്രദേശങ്ങളിലൂടെ ഒഴുകി വരുന്ന ഈ നദി പ്രകൃതിക്ക് തന്നെ ഒരു സമ്പത്ത്, സമൃദ്ധിയും നൽകിക്കൊണ്ടാണ് ഈ നദിയുടെ ഒഴുക്ക്. എല്ലാവരുടെയും സംരക്ഷണം ഉണ്ടെങ്കിൽ മാത്രമേ ഈ നദികളെ നമുക്ക് വളരെ ഭംഗിയായി സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ. നദിയുടെ ദുഃഖം നമ്മുടെയും ദുഃഖമാണ്. ഇത് കിള്ളിയാറിൻ്റെ അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ പത്മതീർത്ഥത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന നദിയുടെ ഒരു ഭാഗമാണ് ഒഴുകുന്ന കൊച്ചാർ എന്ന് പറയും. ഇവിടെ നിന്നുള്ള ജലമാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ പത്മതീർത്ഥ കുളത്തിൽ എത്തിച്ചുകൊണ്ടിരുന്നത്. ഇതിന് കൈവഴികളായി ജലം കൊണ്ടുപോയിക്കൊണ്ടിരുന്ന തോടുകളുണ്ടായിരുന്നു. അത് ഒരു കൈത്തോട് നശിച്ചു. ജഗതി വഴി നേരെ ഇത്രയും ദൂരം ഈ നദിയിൽ നിന്നും വെള്ളം കൊണ്ടുപോകാൻ തിരുവനന്തപുരം കഴിഞ്ഞിട്ടുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ടെക്നിക്ക് തന്നെ കുളത്തിൽ വളരെ മഹത്തരമാണ്. ഈ ജലം മുഴുവനും നിന്നാണ് ജലം അവിടെ എത്തിച്ചിരുന്നത്. അതിൻ്റെ ഇപ്പോൾ അതില്ല. ആ ഭാഗങ്ങളെല്ലാം അടഞ്ഞ വഴികളും വളരെ ഇടയ്ക്കാണ്. റോഡും കാര്യങ്ങളും എല്ലാം അതിൻ്റെ മുകളിൽ രീതിയിൽ നാശം സംഭവിച്ചു കഴിഞ്ഞു. ജഗതി അതിനെപ്പറ്റിയൊന്നും ഓർമ്മിച്ചിട്ട് കാര്യമില്ല. ഇവിടെ നിന്നും വെള്ളം തിരുവനന്തപുരത്തേക്ക് ഇത് മരുന്നൻകുഴി കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഈ മരുന്നൻകുഴി കടവിൽ ഇപ്പോൾ നല്ല രീതിയിൽ വെള്ളം ഒഴുകുന്നുണ്ട്. മഴക്കാലം ആയതുകൊണ്ടാണ് ഇത്രയും അങ്ങനെ നല്ല ഭംഗിയായിട്ട്
ജലം പതഞ്ഞായിരുന്നു ഒഴുകുന്നത്. അല്ലെങ്കിൽ ഇവിടെയും ഏകദേശം വറ്റി വരണ്ട ഒരവസ്ഥയാണ്. വളരെ ജലം കുറവാണ് ഈ ഭാഗങ്ങളിൽ. ആ സമയങ്ങൾ വേനൽക്കാലങ്ങളിൽ ഏകദേശം ഇവിടുന്ന് ജഗതി വരെ ശുദ്ധമായി തന്നെ. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് പണ്ട് മുതലേ നദി മലീമസമായിട്ടുള്ള നിന്നും വെള്ളം അവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരുന്നു എന്നത് ഒരു മഹാ അത്ഭുതമാണ്. ജഗതി ഇപ്പോൾ അത് നടക്കുന്നില്ല. ആ ഒരു പ്രവൃത്തി തന്നെ നടക്കുന്നില്ല. ബണ്ട് റോഡ്, പത്മതീർത്ഥക്കുളം വളരെ ആറ്റുകാൽ ശുദ്ധമായ ഈ ജലം കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നെ തിരുവല്ലം അതൊക്കെ സ്മൃതിയിലേക്ക് മറഞ്ഞു പോവുകയാണ്. കൊച്ചാർ റോഡെന്നറിയപ്പെടുന്നത് തന്നെ ഈ അരുവിയിൽ നിന്നുള്ള വെള്ളം കൊണ്ടുപോയി പത്മതീർത്ഥത്തിൽ എത്തിക്കുന്ന വളരെ ആ ഒരു കനാലിന്റെ പേരിൽ കൂടാണ് കൊച്ചാർ റോഡ് എന്ന് അവിടെ അറിയപ്പെടുന്നത്. നദിയെ സംരക്ഷിക്കുക എന്ന ജഗതി കഴിഞ്ഞാൽ ഈ നദി വളരെ മലിനമായിട്ടാണ് ഒഴുകുന്നത്. ഇതിനു വേണ്ടി മനുഷ്യരുടെ കൈകടത്തിലാണ് നല്ല രീതിയിൽ കൂടുതലും ഇതിനെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും കുഴപ്പങ്ങളുണ്ടാക്കുന്നത്. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഇതിൽ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. തിരുവനന്തപുരത്തുകാർക്ക് നിങ്ങളുടെ ഏവരുടെയും ലൈക്കും 2 നദികളാണ് സബ്സ്ക്രിപ്ഷനും നൽകി സഹായിക്കുക. വലിയ പ്രശ്നമില്ലാതെ ഒഴുകുന്നു. ഈ കൊച്ചു വീഡിയോ വളരെ മോശമായി തന്നെ ഒഴുകുകയാണ്. ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും മഹാഗണപതി കൂടി ക്ഷേത്രമാണ് സ്വാഗതം. നന്ദി, നമസ്കാരം. ഈ കടവ് സുരേഷ് കുമാർ, ഭഗവാനെ, ശ്രീനന്ദനം, സൈനിങ് ഔട്ട്. ഉത്സവ നാളിൽ കുളിപ്പിക്കാൻ എല്ലാം ഉപയോഗിക്കുന്നു. പറയുന്ന വാക്കുകൾ എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഉള്ളത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഈ ചെറിയ വീഡിയോയ്ക്ക് ഒരു ലൈക്ക്, സബ്സ്ക്രിപ്ഷൻ തരിക.